ഹലോ സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. വീണ്ടും പോളണ്ടിലോട്ട് വിസ അടിച്ചു തുടങ്ങി. ഇവിടുത്തെ എല്ലാവർക്കും വിസ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഏജൻസിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇത് ഞാനല്ല ചെയ്യുന്നത്, ഞാൻ ഈ യൂട്യൂബ് വഴി നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വിസ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പഴയ റേറ്റല്ല, റേറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ തന്നെ അടുത്ത മാസം തന്നെ ചിലപ്പോൾ അവർ എല്ലാവരും കയറും. എൽമക്സിലോട്ട് തന്നെയാണ് കേട്ടോ വിസ അടിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ചെക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ട്രക്കിംഗ് ഫീൽഡിലോട്ട് നാട്ടിൽ നിന്ന് വരുന്നവർ എല്ലാവരും ഈ ട്രക്ക് ഓടിച്ച് പരിചയമുള്ള ആൾക്കാരായിരിക്കത്തില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ എൽമക്സിൽ വരുമ്പോഴത്തേക്ക് ഡബിളാണ് വിടുന്നത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഡബിളാണ് വിടുന്നത്. ആ ഫസ്റ്റ് മാസം സാലറി നമുക്ക് ഹാഫ് സാലറിയാണ് കിട്ടുന്നത്. അത് മിക്ക ആൾക്കാർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ആദ്യം വരുമ്പോൾ ഒരു ഡ്രൈവറെ കൂടെ വിടും. ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ചിലപ്പോൾ ആ ഡ്രൈവറെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മാറിയിട്ട് വേറെ ഡ്രൈവറുമായിട്ട് ഡബിളായിട്ട് തന്നെ പോകാൻ പറ്റും. നിങ്ങളെ കൂടെ വരുന്ന ആൾക്കാരുമായിട്ട് തന്നെ ഡബിളായിട്ട് പോകാനൊക്കെ പറ്റും. എന്നും ഡബിൾ തന്നെ ഓടണമെന്ന് ഞാൻ പറയില്ല, സിംഗിളും ഓടണം. സിംഗിൾ ഓടിയാൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും പറ്റുള്ളൂ. സിംഗിൾ ഓടിയാൽ പെട്ടെന്ന് നമുക്ക് ഒരു ലോഡ് എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് അൺലോഡിങ് പ്ലേസിൻ്റെ ഏകദേശം അടുപ്പിച്ച് പിറ്റേ ദിവസത്തേക്കായിരിക്കും അൺലോഡിങ് ഇട്ടേക്കുന്നത്. അടുപ്പിച്ച് പാർക്കിങ്ങിൽ അതിൻ്റെ അടുത്തുള്ള പാർക്കിങ് കണ്ടെത്തിയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റ് അടിച്ച് പിറ്റേ ദിവസം അതിൻ്റെ ടൈം ആകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് സമയത്ത് ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ നമുക്ക് ജർമ്മനി ഓട്ടോണ്, ജർമ്മനി ചെക്ക് എല്ലായിടത്തും ഉണ്ട്. എന്നാലും ജർമ്മനിയിലാണ് കൂടുതലും വണ്ടികളുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓടുമ്പോഴത്തേക്ക് സിംഗിളായിട്ട് ഓടുമ്പോഴത്തേക്ക് ഞാൻ 1 വർഷമായി വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നിരുന്നാലും ചില സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും ടെൻഷനാണ്. എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് കേട്ട് കഴിഞ്ഞാൽ, അത്രയും വലിയ വണ്ടിയും കൊണ്ട് സിറ്റിയിലൊക്കെ കയറി അപ്പോൾ റോഡ് പണി കിടക്കും. അവിടെ നിന്ന് തിരിച്ചു വിടുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനി നാവിഗേഷൻ കാണിക്കത്തില്ല. പിന്നെ നമ്മുടെ നാവിഗേഷൻ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കിലോമീറ്റർ കൂടും. പിന്നെ അതുമാത്രമല്ല, നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടേൺ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ബ്രേക്ക് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റിൽ അതിലൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചൊക്കെ പോകണം. ശ്രദ്ധ മാറിയാലും പാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു വരുന്ന എല്ലാ പേരും ഇതിൽ കണ്ടിന്യൂ ചെയ്യത്തില്ല. അവർ ബസ്സിലോട്ട് മാറിയിട്ട് പോകും. പിന്നെ നമ്മുടെ ഈ കുളിക്കുന്ന സംഭവങ്ങളൊന്നും ഡെയിലി നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം മാറിപ്പോകുന്നവരുണ്ട്. ഡെയിലി കുളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടിടത്തും കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. അത് എല്ലാ കമ്പനികളിലും ഉണ്ടാവണമെന്നില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പമ്പിൽ കയറിയിട്ട് അവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് 5 യൂറോ 4 യൂറോ 3 യൂറോ അങ്ങനെയൊക്കെയാണ് കുളിക്കാനായിട്ട് നമുക്ക് ഓരോ പമ്പിലൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ വന്ന ഏജൻസിയുടെ എടുത്ത് ഞാൻ പറയുന്നു, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഞാൻ വന്ന ഏജൻസിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, താല്പര്യമുണ്ട് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള
ജെനുവിനാണെന്ന് നിങ്ങൾക്ക് ബോധിച്ചാൽ മാത്രം നിങ്ങൾ കൊടുക്കുക. പിന്നെ വേറെന്തോ പറയാനായിട്ട്, ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാത്തതൊന്നും വേറൊന്നും കൊണ്ടല്ലായിരുന്നു, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത്. വേറൊന്നുമില്ല, ഈ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഓരോരുത്തരും വരാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. മുമ്പേ തന്നെ, ഇതിന് മുന്നേ തന്നെ ഞാൻ ഈ ഞാൻ വന്ന ഏജൻസിക്ക് 7 പേരെ പിടിച്ചു കൊടുത്തായിരുന്നു. അതിൽ 2 പേർക്ക് ഇനിയും വർക്ക് പെർമിറ്റ് വരാനുണ്ട്. ബാക്കി 5 പേർക്ക് വന്നു. അത് ഉടനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്തോ പറയാനായിട്ട്, ജർമ്മനി ചെക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓട്ടോമൊബൈൽ, വോക്സ്വാഗൻ്റെ പാർട്സുകൾ. ഇവിടെ വന്നിട്ട് കാലി പെട്ടി എടുത്തിട്ട് പോകും, അവിടെ നിന്ന് ലോഡായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വരാൻ നിൽക്കുന്ന എല്ലാവരും എൽമെക്സിലോട്ടാണ്. എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നടക്കും. 2009 ലൈസൻസുകാർക്ക് എനിക്ക് തോന്നുന്നത്, ഞാൻ 38 ദിവസം കൊണ്ട് ജോലി കയറി, 1 മാസം കൊണ്ട് ജോലി കയറിയ ആൾക്കാരുണ്ട്. പിന്നെ 2009 ശേഷം 2010, 2011 അങ്ങനെയുള്ള ലൈസൻസുകാരാണ് ഈ കോഡ് 95 ഒക്കെ എഴുതിയെടുത്ത് എങ്ങനെയായാലും 2 മാസം, ചിലപ്പോൾ 2.5 മാസം ആ ഒരു ടൈം പീരീഡ് എടുക്കും. അപ്പോൾ നിങ്ങൾ ചിലവിനുള്ള പൈസയൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. കമ്പനി വക റൂം ഉണ്ടായിരിക്കും. ജോലിക്ക് കയറിയതിന് ശേഷം അതിന് പേയ്മെൻറ്റ് ഈടാക്കും അവർ. പിന്നെ നമ്മൾ കമ്പനി റൂമിൽ നിന്ന് മാറിയിട്ട് സെപ്പറേറ്റ് റൂമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ IDP വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് എനിക്ക് ടൈം തന്നില്ല. പേപ്പറെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണേ ഉള്ളൂ. നമ്മൾ എംബസിയിൽ പോയി പേപ്പറൊക്കെ റെഡിയാക്കാണ്ട്, ലൈസൻസ് ഒറിജിനലാണോ അല്ലേ എന്നൊക്കെ ഉള്ള പേപ്പറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി PK ഒക്കെ ഓപ്പൺ ആക്കണം. പഠിക്കുന്നുണ്ട്, പഠിച്ചെഴുതാനാണ് തീരുമാനം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ മാസം 40 രൂപ 40 സ്ലോട്ട് കൊടുത്തിട്ടാണ് അത് എടുത്തിട്ടേക്കുന്നത്. മാസം 40 സ്ലോട്ട് വെച്ച് അടയ്ക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, വിളിക്കരുത് ആരും. ചിലപ്പോൾ ഞാൻ ഉറക്കത്തിലാണെങ്കിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് മെസ്സേജ് അയയ്ക്കുക. മാക്സിമം ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും. പിന്നെ വേറെന്തോ പറയാനായിട്ട്, വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കും. ഓക്കെ.